ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു തുണിയിൽ ആണ് ഞാൻ ബാഗ് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയ തുണ്ട് 4 തുണ്ടാണ് ഈ ഇരിക്കുന്നത്. 4 തുണ്ടും ചേർത്ത് തയ്ച്ചിട്ട് നമുക്ക് അളവെടുക്കാം. പിന്നെ ഇതിൽ വള്ളി ഇത്ര തുണിയുള്ളൂ. അതിന് നമുക്ക് വള്ളിയും കൂടെ ഇതിൽ വെട്ടിയെടുക്കാം. ഉള്ളത് വെച്ച് തയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊരു വള്ളി, 2 വള്ളി എടുക്കാം. ഈ തുണിയിൽ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം, തികയോ എന്നുള്ളത്. ഉള്ള തുണിയിൽ നമുക്ക് 2 വള്ളി വെട്ടിയെടുക്കാം. വള്ളി വെട്ടിയെടുത്ത് ഇത്രയും തുണ്ട് മിച്ചമുണ്ട്, അത് പോക്കറ്റിൽ അങ്ങനെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് തച്ചിട്ട് ആ അളവിൽ നമുക്ക് ലൈനിങ്ങും സ്പോഞ്ചൊക്കെ എടുക്കാം. തുണിയെ ഇട്ട് തയ്ച്ച് ഞാൻ തുണി 2 പീസാണ്. ഇത് ഇങ്ങനെ 2 തുണ്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ തുണ്ടായതുകൊണ്ട് എനിക്ക് ഒറ്റ പീസ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ 2 തുണ്ടായി വന്നത്. ഇത് 2, പിന്നെ ഈ ഒരു ചെറിയ പീസും കൂടെ ചേർത്ത് അങ്ങനെ 3 തുണ്ടാണ് ഒന്നിൽ അടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ തുണ്ടുകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറിച്ച് തയ്ച്ചേക്കുന്നത്. ഇങ്ങനെ ലൈനിങ്ങും സ്പോഞ്ചും ലൈനിങ്ങും വെച്ച് ആ 3 പീസ് തുണിയും കൂടെയാണ് എല്ലാത്തിലും 3. ഇതിലും ഇതും 3 പീസ് തുണി ഇതാണ് ഞാൻ ഇത് ചേർത്ത് തയ്ച്ചേക്കാണ്. ചേർത്ത് തയ്ച്ച ശേഷമാണ് ഇങ്ങനെ ഇതേ ഷേപ്പിൽ തയ്ച്ചെടുത്തത്. എന്നിട്ട് ഇനി ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത്രയും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. തുണികളായതുകൊണ്ടാണ്. ഇതിൻ്റെ വീതി 15 ഇഞ്ച്, വീതി 15 ഇഞ്ചാണ് വീതി എടുത്തേക്കണം. നീളം 16, നീളം 16ഉം വീതി 15ഉമായിട്ട് ആണ് തുണി നമ്മൾ ചേർത്ത് 2 പീസാക്കി തയ്ച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് തയ്ക്കാനായിട്ട് ഒരു പോക്കറ്റിനാണ് അത് 9ഉം 7. ഇതിലും വലിയ ഒറ്റ പീസായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതും ഒരു തുണ്ട് ചേർത്ത് തന്നെ തയ്ച്ചേക്കണം. ഇതും എടുത്തേക്കണം. അത് നമുക്കൊരു ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് വയ്ക്കാം. പിന്നെ വള്ളി എനിക്ക് 3 ഇഞ്ച് എടുക്കാൻ കിട്ടിയില്ല. 3 ഇഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് വീതിക്ക് എടുക്കാൻ ഉണ്ടായിരുന്നു. ഇത് 2.5 ഇഞ്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തച്ച് വന്നപ്പോൾ 1/2 ഇഞ്ച് വള്ളിയെ എനിക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. തുണിയായതുകൊണ്ട് തികഞ്ഞില്ല. ഇത്രയാണ്. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തൊരു പോക്കറ്റ് വെച്ച് തയ്ക്കാനാണ് സിപ്പ് വെച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് ഇതിനകത്ത് പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റും വെച്ച് ഫ്രണ്ടിലെ പോക്കറ്റും എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ലൈനിങ്ങിൽ പോക്കറ്റ് അകത്ത് നമ്മൾ പോക്കറ്റ് വെച്ച് ഇത് തച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് വെളിയിൽ പോക്കറ്റ് വയ്ക്കണം. വെളിയിൽ പോക്കറ്റ് വയ്ക്കാൻ ഇതിൽ ഈ പീസിൽ ഞാൻ സിപ്പ് വെച്ചേക്കാണ്. സിപ്പ് വെച്ചിട്ട് ഇനി അതിൽ റണ്ണറിടാം. റണ്ണറിടണത് കൂടിയ റണ്ണർ വാങ്ങിച്ചാൽ മതി. അപ്പോഴും നല്ല പെട്ടെന്ന് റണ്ണറിടാൻ പറ്റും. കുറഞ്ഞതാണെങ്കിൽ കയറാനായിട്ടുള്ള പാട് വരും. റണ്ണറിട്ട് ഇനി നമുക്ക് ഈ പീസിൽ ഈ തുമ്പ് കാണാതെ നമുക്കിങ്ങനെ പൈപ്പിങ് വയ്ക്കാം. അപ്പോൾ ഈ തുമ്പം മറിഞ്ഞിരിക്കും, അതൊരു ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെ ഈ 3 സൈഡിലും പൈപ്പിങ് വെച്ച് നമുക്കിതിൽ തച്ച് വയ്ക്കാം. ഇതായി. ഇനി അടുത്ത് ഇത്രയും ചെയ്തിട്ട് വള്ളി വയ്ക്കണം. വള്ളി വയ്ക്കുന്നതിന് നമുക്ക്
ഇത് സെൻറ്റർ എടുക്കണം. അപ്പോൾ അതൊരു 15 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്കാകുമ്പോൾ 7.5 ഇഞ്ചാണ് വരണത്. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങോട്ടൊരു 2 ഇഞ്ച്, ഇങ്ങോട്ട് 2 ഇഞ്ച്, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും രണ്ട് സൈഡിലിട്ടെങ്കിലും ഈ 2 ഇഞ്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ച് വള്ളി തയ്ക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് വള്ളി തയ്ക്കാം. രണ്ട് പീസിലും വള്ളി തയ്ച്ച് കഴിഞ്ഞ്, രണ്ടിലും വള്ളി തയ്ച്ച് ഇനി നമുക്ക് പോക്കറ്റ് പൈപ്പിങ് വെച്ച് ആ പീസ് ഇതിൽ തയ്ച്ച് പോക്കറ്റ് വെച്ച് ഇനി നമുക്ക് ഈ സിപ്പ്, കറുത്ത സിപ്പ് കാണാത്ത വിധത്തിൽ നമുക്കിത് ഒരു പീസ് ഇങ്ങനെ തയ്ച്ച് വെച്ചേക്കാണ്. അതിന് നമുക്ക് ഇതുപോലെ മടക്കി ഇതിൻ്റെ പുറത്തൊരു അടപ്പ് അത് വെച്ച് തയ്ക്കാം. അപ്പം ഇങ്ങനെ മറഞ്ഞു വരും. നമുക്ക് ഇങ്ങനെ എടുക്കത്തക്കത്താണ് ആ സിപ്പ് അല്ലേ, മൂടി അത് തയ്ക്കാം. പിന്നെ ഇതും വെച്ചിട്ട് നമുക്ക് വേണ്ടത് സിപ്പ് 2 സൈഡിലുമായിട്ട് തയ്ച്ചോണ്ട് വരാം. 2 സൈഡ് പോക്കറ്റ് വെച്ച്, പോക്കറ്റിൽ അടപ്പ് വെച്ച് കഴിഞ്ഞ് സിപ്പും വെച്ച് ഇനി നമുക്ക് റണ്ണർ ഇടാം. ഇതിൽ റണ്ണർ ഇടാം. ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഊരി ഒന്നും കൂടെ ഇടണം. ഇനി നമുക്ക് സൈഡ് ഇങ്ങനെ ഈ 2 സൈഡും ചേർത്ത് തയ്ക്കണം. 2 സൈഡും ഈ സൈഡും തയ്ച്ച് ഈ സൈഡും തയ്ക്കണം. നമ്മൾ 3 സൈഡും ഇങ്ങനെ തയ്ച്ച് 3 വശവും ഇതുപോലെ തയ്ച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇതുവരെ ഇങ്ങനെ തയ്ച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ 2 ഇഞ്ച് ഇവിടെ നിന്ന് 2 ഇഞ്ച് സ്ക്വയർ ഇഞ്ചിന് വീതം ബോക്സ് പോലെ വരച്ച് അതിനെ കട്ട് ചെയ്യണം. കട്ട് ഇനി ഇങ്ങനെ 2 സൈഡും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് ഈ 2 സൈഡും
ഇപ്പുറത്തെ സൈഡും അതുപോലെ തയ്ക്കണം. ബാഗ് മൊത്തം തയ്ച്ച് പിന്നെ ഈ ഉളമ്പും ഞാനിങ്ങനെ മടക്കി തയ്ച്ച് രണ്ട് സൈഡും തയ്ച്ച്. ഇനി നമുക്കിത് മറിച്ചിടാം. സിപ്പ് ഇങ്ങനെ തുറന്ന് ഈ നമ്മളെ ഈ മൂലയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല നേരെ നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. തുണ്ട് തുണിയിൽ ഇത് ബ്ലൗസൊക്കെ തച്ചതിൻ്റെ തുണ്ട് തുണിയാണ്. തുണ്ട് തുണിയിൽ തച്ച ബാഗാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫ്രണ്ടിലെ പോക്കറ്റാണ്. ജോയിൻ്റ് ഇട്ട് 2-3 തുണി ജോയിൻ്റ് ഇട്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ബാഗ്?